ഹലോ ഹായ്, എല്ലാവർക്കും ലേഡനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാന ടോപ്പിക്കായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ കുറിച്ച്. ഇതിനു മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ വിപ്ലവ സംഘടനകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുള്ള ഗൂഢാലോചന കേസുകൾ, ആദ്യകാല പ്രക്ഷോഭങ്ങൾ, ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ തുടങ്ങി നമ്മൾ കുറേയധികം PSCയിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കുറേയധികം മുൻവർഷത്തെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? പ്രശസ്ത വ്യക്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. അത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ അക്ബർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അപ്പൊ ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവാണ് അക്ബർ ഷാ രണ്ടാമൻ. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവാണ് അക്ബർ ഷാ രണ്ടാമനാണ്. രാജാറാം മോഹൻ റോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ്, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനാണ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1772. പഠിക്കാൻ എളുപ്പമാണ്. 1772 മെയ് 22 അദ്ദേഹം ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? പശ്ചിമ ബംഗാളിലെ രാധാനഗർ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനാണ്, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനാണ്, ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകനും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. എന്നാണ് ജനിച്ചത്? 1772 മെയ് 22 ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? പശ്ചിമ ബംഗാളിലെ രാധാനഗർ എന്ന സ്ഥലത്തായിരുന്നു ജനിച്ചത് അല്ലെ. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിർത്തലാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാണ്? 1829 ഡിസംബർ 4 സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ആര് പുറപ്പെടുവിച്ചത്? വില്യം ബെന്റിക് പ്രഭു. ആരുടെ ശ്രമഫലമായി? രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാണ്? 1829 ഡിസംബർ 4. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്ന വ്യക്തി, പ്രശസ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സർ സയ്യദ് അഹമ്മദ് ഖാൻ, ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ ഡി മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ തത്വചിന്തകൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ സർ സയ്യദ് അഹമ്മദ് ഖാൻ. പാകിസ്ഥാന്റെ തത്വചിന്തകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പാകിസ്ഥാന്റെ പ്രവാചകനാണ് ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, പാകിസ്ഥാന്റെ പ്രവാചകനാണ് മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ബി. പാകിസ്ഥാന്റെ തത്വചിന്തകൻ ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ 2 കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആരാണത്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. അദ്ദേഹം ജനിച്ചത് 1817 ജന്മസ്ഥലം ഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ 2 കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. നമ്മൾ പറഞ്ഞു പാകിസ്ഥാന്റെ തത്വചിന്തകൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞു.
പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് പറഞ്ഞു. ഇനി ആരാണ് മുഹമ്മദ് അലി ജിന്ന? പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും അദ്ദേഹം തന്നെയാണ്. പാകിസ്ഥാന്റെ പിതാവ്, ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ, പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ എല്ലാം ആര് തന്നെയാണ്? മുഹമ്മദ് അലി ജിന്ന തന്നെയാണ്. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ പ്രവാചകൻ അല്ലെ, നമ്മൾ പറഞ്ഞു പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് പറഞ്ഞു. പാകിസ്ഥാന്റെ ദേശീയ കവിയും ആര് തന്നെയാണ്? മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയുടെ ഭൗതികാവശിഷ്ടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? റീസെന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയുടെ ഭൗതികാവശിഷ്ടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ദ്വാരകനാഥ് ടാഗോർ, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ഡി ദേവേന്ദ്രനാഥ് ടാഗോർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ദ്വാരകനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പഖ്തൂൺ? ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പഖ്തൂൺ? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മൗലാന ആസാദ്, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ പഖ്തൂൺ ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ പഖ്തൂൺ ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി കേശവചന്ദ്രസൻ. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് ആര്? ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഹിന്ദു മതത്തിലെ കാൽവിൻ, അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യക്കാർക്ക്, അതുപോലെ തന്നെ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? 1824 ജനിച്ച ദയാനന്ദ സരസ്വതി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശരിയായ നാമം ദയാനന്ദ സരസ്വതി എന്നല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നാണ്. മൂൽ ശങ്കർ എന്നാണ്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. ഹിന്ദി ദേശീയ ഭാഷയെ അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയും ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ജാതി വ്യവസ്ഥയെയും അതുപോലെ തന്നെ വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ആരാന്ന് ചോദിക്കാറുണ്ട്. ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ദയാനന്ദ സരസ്വതിക്ക് ഋഷി ദയാനന്ദ് എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു. ആ പേര് നൽകിയ വ്യക്തി അദ്ദേഹത്തിന്റെ ഗുരു വിർജാനന്ദയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ബി വിവേകാനന്ദൻ, ഓപ്ഷൻ സി റൂസോ, ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ കിങ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതി തന്നെയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ഓപ്ഷൻ ബി നോക്കിക്കേ, വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക, ഭഗവത്ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ആളാണ് ആര്? വിവേകാനന്ദൻ അല്ലെ. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാണ് റൂസോ. ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ്. അപ്പോ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതി, ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോ, ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ജ്യോതിറാവ് ഫുലെയ്ക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ഏത് വർഷമാണ്? ജ്യോതിറാവ് ഫുലെയ്ക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1888, ഓപ്ഷൻ ബി 1873,
ഓപ്ഷൻ സി 1848, ഓപ്ഷൻ ഡി 1827. ഈ 4 വർഷവും ജ്യോതിറാവ് ഫുലോയുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ്. 88 ആയിക്കോട്ടെ, 73 ആയിക്കോട്ടെ, 48 ആയിക്കോട്ടെ, 27 ആയിക്കോട്ടെ. പക്ഷെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ജ്യോതിറാവ് ഫുലെയ്ക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. ആരാണ് ജ്യോതിറാവ് ഫുലെ? BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് അല്ലെ ജ്യോതിറാവ് ഫുലെ. അദ്ദേഹത്തിന് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് 1888. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1888. നമ്മൾ പറഞ്ഞു 1888 ജ്യോതിറാവ് ഫുലെയ്ക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് നമ്മൾ പറഞ്ഞല്ലേ. 1873 പ്രത്യേകത എന്താണ്? അദ്ദേഹം സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷമാണ് 1873. ഓപ്ഷൻ ബി, സത്യശോധക് സമാജ്. ഇനി 1848 പ്രത്യേകത എന്താണ്? അദ്ദേഹവും ഭാര്യ സാവിത്രിബായിയും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ പൂനെയിൽ ആരംഭിച്ച വർഷമാണ് 1848. ഇനി 1827 പ്രത്യേകത എന്താണ്? അദ്ദേഹം ജനിച്ച വർഷമാണ്. 1827 ഏപ്രിൽ 11 മഹാരാഷ്ട്രയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ 1888 മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചു. 1873 സത്യശോധക് സമാജ് സ്ഥാപിച്ചു. 1848 പെൺകുട്ടികൾക്കുള്ള സ്കൂൾ പൂനെയിൽ ആരംഭിച്ചു. 1827 അദ്ദേഹം ജനിച്ചു. എന്ന് ഏപ്രിൽ 11 എവിടെ? മഹാരാഷ്ട്രയിൽ അല്ലെ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തി. ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സയ്യിദ് അഹമ്മദ് ഖാൻ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി മൗലാന ആസാദ്, ഓപ്ഷൻ ഡി മുഹമ്മദ് അലി. അപ്പോ ആരാണ് ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മുഹമ്മദ് അലി. ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തി ആരാണ്? മുഹമ്മദ് അലിയാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. 1905 ഹിന്ദു പത്രത്തിന്റെ അവകാശം വിലയ്ക്ക് വാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? 1905 ഹിന്ദു പത്രത്തിന്റെ അവകാശം വിലയ്ക്ക് വാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കസ്തൂരി രംഗ അയ്യങ്കാർ, ഓപ്ഷൻ ബി GS അയ്യർ, ഓപ്ഷൻ സി കെ കാമരാജ്, ഓപ്ഷൻ ഡി EV രാമസ്വാമി നായിക്കർ. The right answer is option A, കസ്തൂരി രംഗ അയ്യങ്കാർ. 1905 ഹിന്ദു പത്രത്തിന്റെ അവകാശം വിലയ്ക്ക് വാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കസ്തൂരി രംഗ അയ്യങ്കാർ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1881, ഓപ്ഷൻ ബി 1892, ഓപ്ഷൻ സി 1893, ഓപ്ഷൻ ഡി 1894. The right answer is ഓപ്ഷൻ ബി 1892. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം എന്നാണ് 1892, 1892. അദ്ദേഹത്തിന് കുറേയധികം വിശേഷങ്ങളുണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ചക്രവാത സദൃശനായ ഹിന്ദു എന്നും ബ്രാഹ്മണ സന്യാസി എന്നും പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം, സ്വാമി വിവേകാനന്ദൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വചനങ്ങൾ വളരെ പ്രശസ്തമാണ്. ദരിദ്രരോട് അനുപാതമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും വിളിക്കുമെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സംഘടന ശക്തിയും അതിന്റെ രഹസ്യം അച്ചടക്കവുമാണ് എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം എന്നും പറഞ്ഞത് ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിന് ആവശ്യം. പട്ടിണി കിടക്കുന്നവരോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ധനവും പദവിയും അധികാരവുമല്ല, ആവശ്യം വിവേകമാണ്.
എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. ധനവും പദവിയും അധികാരമല്ല, ആവശ്യം എന്താണ്? വിവേകമാണ് എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കിലെ ഇന്ത്യയിലെ പ്രശസ്ത വ്യക്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.